കാണിച്ച് കൊതിപ്പിക്കുകയെന്ന് വിചാരിക്കേണ്ട. ഭീമനാട് പൂരം പ്രമാണിച്ച വീട്ടിലുണ്ടാക്കിയതായിരുന്നു. നാവൂറ് പാടാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൈ നോക്കാൻ വന്ന ചേച്ചി ഇപ്പൊ അന്യം ചെയ്യുന്നത് അതാണ്. കുട്ടികളെ കണ്ടു തട്ടിയതൊക്കെ ഇതോടെ അങ്ങ് ഇല്ലാണ്ടാവുമെന്നാണ് വിശ്വാസം. അങ്ങനെ കാത്തു നിന്ന് പൂരത്തിന്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വേലകൾ എല്ലാം കൂടെ സംഗമിക്കുന്ന ഈ ഒരു കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇപ്പൊ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ട്രെൻഡ്. എന്തായാലും നല്ല കളറായിട്ടുണ്ടല്ലേ. കടലയും മേടിച്ച് പൂരപ്പറമ്പ് കാണാന്ന് വിചാരിച്ച് ഞാൻ എത്തിപ്പെട്ടതും ദേ ഇതിന്റെ മുന്നിൽ. അത് പിന്നെ അല്ലേലും അങ്ങനെയാണല്ലോ. അരിയേറിന്റെ സമയമായപ്പോഴത്തേക്കും എല്ലാ ആനകളും വരിവരിയായിട്ട് തന്നെ വന്നു നിന്നു. കുറച്ച് ചടങ്ങുകളോടുകൂടി അതും അങ്ങ് കഴിഞ്ഞു. പൂരത്തിന് ഇത്രയധികം ഗംഭീരമായ കാഴ്ചകൾ ഉണ്ടായിട്ടും എന്റെ മനസ്സിനെ ഒരുപാട് ആകർഷിച്ചത് ഈ ഒരു കുട്ടിയാണ്. ഈ പൂരപ്പറമ്പിൽ ഇതുപോലുള്ള കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു. അവൻ യാചിച്ചുണ്ടാക്കിയ നാണയത്തൊട്ടുകൾ പാലിയേറ്റീവ് കെയറിന്റെ രോഗികൾക്കുള്ള പിരിവ് വന്നപ്പോൾ അവനെല്ലാം അതിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ കാണിച്ച അവന്റെ മനസ്സിനെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. ഈ വർഷത്തെ പൂരം ഇവിടെ അവസാനിക്കാൻ കേട്ടോ. പുതിയ വിശേഷങ്ങളായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.